കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ് കൂടെ റീനു. പ്രണയത്തിന്റെ ആദ്യപടി എന്താ? ഇറ്റ് ഈസ് ഫ്രണ്ട്ഷിപ്പ്. അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്സ് ആണ് പൊതുവെ പ്രണയത്തിലേക്ക് വഴിമാറി പോകാറ്. किसी बहुत इंटेलिजेंट आदमी ने कहा है कि प्यार का पहला कदम दोस्ती है और आखिरी नहीं, बस बीच के कदम रह गए. कदम बढ़ाओ नैना, रास्ता खुद ब खुद निकल आएगा. सोचो, और सोचने के लिए मैं तुम्हें अपनी सारी जिंदगी देता हूं. സെയ്ഫ് അലി ഖാൻ വാസ് ഓൾറെഡി ഇൻ ലവ് വിത്ത് പ്രീതി സിൻറ്റ. അപ്പോഴും അവൾ വന്നിട്ട് ഷാറൂഖ് ഖാൻ ഇഷ്ടമാണെന്ന് പറയുന്നത്. പക്ഷെ പിന്നെ ഷാറൂഖ് എന്നൊരു വ്യക്തി ആ വഴിയിലില്ലെന്ന് കാണുമ്പോൾ സെയ്ഫ് അവളോട് പറയാ, ചിന്തിക്ക്, നീ മുന്നിലേക്ക് വാ, fall in love with me. നിനക്ക് ചിന്തിക്കാനായിട്ട് എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ തരാമെന്ന്. ഇഷ്ടപ്പെടുന്ന ആളെ തിരിച്ചു കിട്ടുന്നൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തിനാ അത്രയും പോകുന്നത്? നമുക്കൊരാളോട് ഇഷ്ടം തോന്നിയാൽ അയാളെ എന്തെങ്കിലും കിട്ടും എന്നൊരു തോന്നലുണ്ടായാൽ നമ്മളിങ്ങനെ കാത്തിരിക്കില്ലേ ജീവിതകാലം മുഴുവനും? ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാട്ടോ. നമ്പർ 56070, ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ്, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ് കൂടെ റീനു. I love you very, very much, man. I love you and मैं आंखें बंद करता हूं तो तुम्हें देखता, आंखें खोलता हूं तो तुम्हें देखना चाहता हूं. तुम पास नहीं होती तो तुम्हें चारों तरफ महसूस करता हूं, हर पल, हर घड़ी, हर वक्त. കണ്ണടച്ചാൽ മുന്നിൽ നീയാ, എനിക്ക് ചുറ്റില്ല നീയാ എന്ന്. ഷാരൂഖ് ഖാൻ്റെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിയേ. ഹി ഡസൻ നോ എത്ര ദിവസം അവനുണ്ടാവുമെന്ന്. പക്ഷെ ഹീസ് ഇൻ ലവ്. ഇഷ്ടപ്പെടുന്നയാളെ സ്വന്തമാക്കണമെന്ന് നമുക്ക് തോന്നില്ലേ? അത് ഒരു നിമിഷ നേരത്തേക്ക് മാത്രമാണെങ്കിൽ കൂടി. പക്ഷെ അത് ചെയ്യാനും പറ്റില്ല. നമ്മുടെ സന്തോഷം മാത്രമല്ലല്ലോ നമ്മൾ നോക്കുന്നത്. ഇനി അഥവാ നമ്മുടെ സന്തോഷം മാത്രം നോക്കുന്നതെങ്കിൽ അത് പ്രണയമാവില്ല. നമ്മൾ പ്രണയിക്കുമ്പോൾ മറ്റേയാൾ സന്തോഷമായിട്ടിരിക്കാനല്ലേ കൂടുതലും ആഗ്രഹിക്കുന്നത്. ഇഫ് ഞാൻ മാത്രം സന്തോഷിക്കണമെന്നാണെങ്കിൽ ഇറ്റ് ഈസ് സെൽഫിഷ്നെസ്. മറ്റേയാളുടെ കണ്ണ് നിറയുന്നത് കാണാൻ പറ്റാതിരിക്കുക, അയാൾ എപ്പോഴും ചിരിച്ചിരിക്കണമെന്ന് വിചാരിക്കുക. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് പറയാൻ പറ്റുള്ളൂ സെൽഫ്ലെസ് ആയിട്ട് നമ്മൾ അവരെ പ്രണയിക്കാമെന്ന്. പ്രണയം അങ്ങനെ വേണം താനും അല്ലേ? ഇത് ലവ് ബൈറ്റ്സ്, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ये अमन के दोस्त हैं, नैना और रोहित. Hi. Hey. Hi. This is Abhay, my husband. ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ് കൂടെ റീനു. അതുവരെയും പ്രീതി വിചാരിച്ച് ഷാറൂഖ് അവളെ റിജക്ട് ചെയ്തത് ഈ ഭാര്യ ഉള്ളത് കൊണ്ടാന്നാ. പക്ഷേ अमन के पास अब ज्यादा वक्त नहीं. But it's really nice to know that you guys are there with him in his last days. അപ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നത് ഇത്ര വലിയ ത്യാഗമാണ് ഷാറൂഖ് അവൾക്ക് വേണ്ടി ചെയ്തതെന്ന്. ഇന്നോ നാളെയോ എന്നറിയാതെ ജീവിക്കുന്ന അവൻ അവളെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ആ പ്രണയം മനസ്സിൽ വെച്ചു, ഒളിപ്പിച്ചു വെച്ചു. പക്ഷെ സത്യങ്ങൾ എല്ലാ കാലത്തും ഒളിച്ചിരിക്കില്ലല്ലോ അല്ലേ? ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് ഏതെങ്കിലുമൊക്കെ ഒരു രൂപത്തിൽ അത് നമ്മുടെ മുന്നിൽ തന്നെ വരും. ആ സമയത്ത് എന്തായിരിക്കും അവളുടെ മനസ്സിലൂടെ വന്നു പോയിരിക്കുക? എന്തോരം വേദനയായിരിക്കും ഇച്ചിരി നിമിഷങ്ങൾ കൊണ്ട് അവൾ അനുഭവിച്ചിട്ടുണ്ടാവുക. ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. You are listening to Kerala's number 1 FM, Club FM. This is Love Bites. കൂടെ റീനു. ഇഷ്ടപ്പെടുന്ന ആ അവളെ, ജീവന തുല്യം സ്നേഹിക്കുന്ന ആ അവളെ മറ്റൊരുവന് വിട്ടുകൊടുക്കേണ്ടി വരുന്ന വേദന. इस जन्म में नैना तुम्हारी, लेकिन अगले हर जन्म में, हर जिंदगी वो मेरी होगी. ഈ ജന്മത്തിൽ എനിക്ക് അവളെ സ്വന്തമാക്കാൻ പറ്റില്ല. നീ എടുത്തോ. പക്ഷെ അടുത്ത ജന്മങ്ങളിലെല്ലാം
അവളെ എനിക്ക് വേണമെന്ന്. ചിലപ്പോഴെങ്കിലുമൊക്കെ പ്രണയങ്ങളിൽ നമ്മൾ വിചാരിക്കാറുണ്ട്, ഇത്തവണ സ്വന്തമാക്കാൻ പറ്റിയില്ല, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നായേക്കാമെന്ന്. ഇനിയൊരു ജന്മം ഉണ്ടാവുമോ ആർക്കറിയാമല്ലേ. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ് ചെയ്യുന്ന ഫൈനലി ഇന്ന് റീനുവിന് പോകാൻ സമയമായി. തിങ്കളാഴ്ച പുതിയൊരു ലവ് ബൈറ്റ്സുമായിട്ട് തിരിച്ചു വരും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് കീപ് ലിസ്ണിംഗ് ടു ക്ലബ് എഫ്എം ആൻഡ് ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. Good night. Take care.